നമ്മളോട് ചിരിച്ച് കാണിക്കുന്ന എല്ലാവരും നമ്മളുടെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ വിജയിച്ചവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. അവർ സൗഹൃദം സ്ഥാപിക്കുന്നത് ഒന്നുകിൽ അവരോളം പോന്നവരുമായിട്ട്, അതുമല്ലെങ്കിൽ അവരെക്കാൾ മുകളിലുള്ളവരുമായിട്ട്. പക്ഷേ എല്ലാവരുമായിട്ടും സഹകരിക്കും. സഹകരണവും സൗഹൃദവും രണ്ടാണ്. ഇതിനൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ കൂട്ടുകാരാവാം, സുഹൃത്തുക്കൾ ആകാം, പിന്നെ നമ്മുടെ നാട്ടുകാരാകാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരാകാം, ആരുമാകാം, നമ്മുടെ കൊളീഗ്സ് ആകാം, ആരുമാവാം. അവരെക്കാട്ടിലും 1% ഏതെങ്കിലും മേഖലയിൽ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അവിടെ തുടങ്ങും അവരുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് വരും. ചിലരത് പുറത്ത് പറയത്തില്ല, ചിലർ നമ്മളെ കളിയാക്കും, ചിലർ അത് മനസ്സിൽ കൊണ്ട് നടന്ന് ഇട്ടിങ്ങനെ നീറിപ്പുകയ്ക്കും. ഇതെല്ലാം നമ്മളെ ബാധിക്കും. 1% കഴിവെന്ന് പറഞ്ഞത് ചിലപ്പോൾ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കുടുംബമായിരിക്കാം, നല്ല മക്കളായിരിക്കാം, നല്ല ജോലിയായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാവരെയും പറയുന്നില്ല, അങ്ങനെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 90% ഉണ്ട് കേട്ടോ. അതാ പറയുന്നത്, സഹകരിക്കാം എല്ലാവരുമായിട്ടും. പക്ഷേ സൗഹൃദം അത് അളന്നു തൂക്കിയേ കൊടുക്കാവൂ. എപ്പോഴാണ് മുറിച്ച് കളയേണ്ടത് അന്ന് തന്നെ മുറിച്ച് കളയുക. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മ എന്നെ വിളിച്ചു തിരുവനന്തപുരത്ത് നിന്നും. ആ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല. ആ അമ്മയുടെ അനിയത്തി വിവാഹിതയാണ്. 2 ആൺകുട്ടികളാണ്. 2 പേരും ആത്മഹത്യ ചെയ്തു 3 മാസം ഇടവേളയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മയും ആത്മഹത്യ ചെയ്തു, അതായത് ഈ അനിയത്തി. അവസാനം ആ വീട്ടിൽ ഈ ചേട്ടത്തി ഈ അമ്മ മാത്രം ഒറ്റയ്ക്കായി. അവർക്ക് ഏകദേശം ഒരു 70 വയസ്സോളം ഉണ്ട്. വയ്യാണ്ടിരിക്കുക. എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യം? ഭയങ്കര അമ്പലത്തിലൊക്കെ പോകും, ഭയങ്കര വിശ്വാസമൊക്കെയാണ്. ഇപ്പോൾ അവർക്ക് വിശ്വാസമൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ പോത്തൊന്നുമില്ല, വിളക്ക് പോലും കത്തിക്കത്തില്ല വീട്ടിൽ. ഈ മരണങ്ങൾക്കൊക്കെ ശേഷം ഇതൊന്നും ചെയ്യത്തില്ല. നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്ന പേര് ക്ഷുദ്രം എന്നാണ്. ക്ഷുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആഭിചാരം എന്നൊക്കെ പറയുന്നെങ്കിലും അത് പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കർമ്മമാണ്. അങ്ങനത്തെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുകയാണ്. ബന്ധുക്കളാവാം, നാട്ടുകാരാവാം, അയൽക്കാരാവാം, കൂട്ടുകാരാവാം, ഒന്നും പറയാൻ പറ്റത്തില്ല. എവിടുന്നാ പണി വരുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കലും നമ്മൾ അപ്ഡേഷൻ ഒരിക്കലും ആരെ അറിയിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ ഇത് നടന്നപ്പോൾ തൊട്ട അയൽ വീട്ടിലും ഇതിന് സമാനമായിട്ടുള്ളൊരു സംഭവം നടന്നു. എന്താണ് ഇതൊക്കെ നോക്കി വരുമ്പോൾ എന്താ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു നല്ല കുടുംബം, ആ കുടുംബത്തെ ശിഥിലമാക്കുന്ന ഏതോ ഒരു അതിഥി, ഇല്ല സിനിമയിൽ പറയുന്ന പോലെ ഏതോ ഒരു അതിഥി ഉണ്ട്. അത് ആരാണെന്ന് നമുക്കറിയില്ല, അതൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലല്ലേ. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. കൗളം. നിങ്ങൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, വടക്കോട്ടുള്ളവർക്ക് അത് അറിയായിരിക്കും. മാംസം കൊണ്ട് ദേവിയെ പൂജിക്കുന്ന ഒരു രീതിയാണത്. അതിൽ തന്നെ 2 കർമ്മങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ ഒഴിപ്പിക്കാൻ ഓരോരുത്തരത്ത് പോകുമ്പോഴാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായി? കാരണം ഇപ്പോൾ കള്ളസ്വാമിമാർ എല്ലായിടത്തും ഉണ്ട് അല്ലേ? ഓരോരുത്തർ മുക്കിന് ഇപ്പോൾ പിടിക്കുക ഓരോരുത്തരെ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സ്വാമിമാരെടുത്തോ ജ്യോത്സ്യന്മാരെടുത്തോ പോയി പൈസ കളയാൻ നിൽക്കരുത്. ഇതാണ് ആദ്യം ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ദോഷമായിക്കൊള്ളട്ടെ, ഏത് ഭാഗത്ത് നിന്നുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത്, തുടക്കം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, തുടക്കം മനസ്സിലാക്കുന്ന ചില അനർത്ഥങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, പ്രകൃതി തരുന്ന സൂചനകൾ. ഇതൊന്നും ഉണ്ടാവാതിരിക്കാനായി സൂചന തരുന്നത്. അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കർമ്മം എന്താണ്? വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തിന് പുറകോട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇതിനെപ്പറ്റി. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത്. പക്ഷേ ഇന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ കർമ്മം എന്നൊന്ന് നോക്കാം. ഇതാരെയും നശിപ്പിക്കാനല്ല, ഒരു ദോഷവും നമ്മൾ കേൾക്കാതിരിക്കാൻ. ക്ഷുദ്രത്തിന് മറുക്ഷുദ്രമെന്ന് വേണേൽ പറയാം. പക്ഷെ അതൊരിക്കലും അയാളെ നശിപ്പിക്കാനല്ല. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളിലേക്ക് തന്നെ തിരികെ എത്തും. അമ്മയുടെ വിഷമം കണ്ടപ്പോൾ, കരച്ചിൽ കണ്ടപ്പോൾ എനിക്കിത് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇങ്ങനത്തെ കർമ്മങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അങ്ങനെയില്ലേ. പക്ഷേ ഇതാരെയും നശിപ്പിക്കുന്നതല്ല കേട്ടോ.
ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടും. കാരണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ആ കർമ്മം എന്ന് നോക്കാം. നമസ്തേ, രുദ്രധാര. നമ്മളിന്ന് സംസാരിക്കുന്നത് ക്ഷുദ്രമേൽക്കാതിരിക്കാൻ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യണം, പണം മുടക്കാതെ. അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, ഒരു കർമ്മങ്ങളും മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പണ്ട് മുതൽ പലരും ചെയ്തു വന്നു. ചെയ്തവരൊന്നും നന്നായി ജീവിച്ച ചരിത്രമില്ല. അവരല്ലെങ്കിൽ അവരുടെ വരും തലമുറ. അങ്ങനെയാണ്, 9 തലമുറകൾക്ക് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും പഠിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗളത്തിൽ തന്നെ നന്മയുണ്ട് തിന്മയുണ്ട്. നമ്മൾ ഈ വേദങ്ങൾ പറയുന്ന പോലെ വേദത്തിൽ തന്നെ 4ാമത്തെ വേദം ഏതാണ്ട് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്, അഥർവവേദം. വലിയ പ്രശ്നമൊന്നുമല്ലത്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം, അതാണ്, അത്രയേ ഉള്ളൂ. അപ്പം ആയുർവേദം തന്നെ അതിൻ്റെ ഭാഗമാണ്. അപ്പം അത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കണം, അത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കർമ്മം എന്താണ് എന്നുള്ളതാണ്. ലൈറ്റിൻ്റെ നല്ല ചൂട്, അതാണ് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മം ഇങ്ങനെയാണ്. നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലം, നമ്മൾ ഈ ജ്യോത്സ്യം നോക്കുമ്പോൾ നമ്മൾ ആരൂഢം മറഞ്ഞിരിക്കുന്നു, ആരൂഢം തെളിയുന്നില്ല എന്നൊക്കെ പറയും അല്ലേ. ഒരു ആരൂഢത്തെക്കുറിച്ച് പറയും. നമ്മുടെ വീടിനുണ്ട് ഒരു ആരൂഢം. അത് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം തന്നെയാണ്. വാസ്തുവിനകത്ത് പല ആരൂഢങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വിളക്ക് കത്തിക്കുന്നത്, ഇതൊന്നും നോക്കാത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം അവരുടെ ആരൂഢം തന്നെയാണ്. ആ ആരൂഢത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അത് എവിടെയും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ വിളക്ക് കത്തിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തവരൊക്കെ കാണുമല്ലേ, അവിടെ ആദ്യം സന്ധ്യാനേരത്ത്, ഇന്ന ദിവസമൊന്നുമില്ല, ഏറ്റവും അടുത്ത ദിവസം, ഇത് കേൾക്കുന്ന എന്നാണോ അതിന് തൊട്ടടുത്ത ദിവസം, ഒരു പാൻ മീൻസ് ഒരു പാത്രം എടുക്കുക. ഒരു പരന്ന പാത്രം, പ്ലേറ്റ്, പിഞ്ഞാണം എന്നൊക്കെ പറയത്തില്ലേ, പാത്രം എടുക്കുക. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന കണക്കുള്ള വൃത്തിയുള്ളൊരു പാത്രം. അതെടുത്തതിന് ശേഷം അതിനകത്ത് കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം ഫുള്ള് നിരത്തുക. കല്ലുപ്പ് വിളക്ക് കത്തിക്കുന്ന നേരത്താണേ, വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് വെച്ചാണേ. കല്ലുപ്പ് നന്നായി നിരത്തിയതിന് ശേഷം വയനയില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തെരളി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയണ, മറ്റു നാട്ടിൽ എന്താണെന്ന് അറിയില്ല, തെരളി എന്നൊക്കെ പറയത്തില്ല. നമ്മൾ ഈ ഉച്ചാരയ്ക്കൊക്കെ നമ്മൾ ഈ കൊടുക്കത്തില്ലേ, തെരളി വെക്കാറുണ്ടല്ലോ ഈ ആൽത്തറകളിലൊക്കെ. ഈ തെരളിയിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, വയന മരത്തിന്. മരണവുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട് അതിന്. അത് ഞാൻ പിന്നീട് പറയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് പോകും. അപ്പോൾ അതിനാണ് ആ ഇല തന്നെ ഉപയോഗിക്കുന്നത്. നല്ല മണമാണ് കേട്ടോ അതിന്. അപ്പോൾ ആ ഇല ഇതിന് മുകളിൽ ഉണങ്ങിയ ഇലയാണ് നിരത്തി വെക്കണം. ഉണങ്ങിയ ഇല നിരത്തി വെക്കണം. ഈ ഉണങ്ങിയ ഇല വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഉപ്പിൻ്റെ മേളിൽ നല്ലൊരു വെള്ള പേപ്പർ ഇട്ടേക്കണം. നല്ലൊരു എഴുതാത്തൊരു വെള്ള പേപ്പർ, ഉപ്പ് മറഞ്ഞിരിക്കണം. അതിൻ്റെ മുകളിൽ മാത്രമേ വയനയില വയ്ക്കാവൂ കേട്ടോ. 5 വയനയില അടുക്കി വെക്കുക. ഉണങ്ങിയ വയനയില ആയിരിക്കണം. ചുരുണ്ട് പോകാൻ, ഈ ഉണങ്ങുന്ന സമയത്ത് ഇത് ചുരുണ്ട് പോകും. ആ ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വെയിലത്ത് വയ്ക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മേലെ ഇട്ടിരിക്കാം. നമുക്ക് നീണ്ടു തന്നെ ഇരിക്കണം ഇത്. അങ്ങനെ വെച്ചതിന് ശേഷം പച്ചക്കർപ്പൂരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പച്ചക്കർപ്പൂരം. ഈ 5 ഇലകളിലും ഈ പച്ചക്കർപ്പൂരം അങ്ങ് വിതറണം, നിരത്തി അങ്ങ് വിതറണം. നമ്മുടെ ഒരു കൈപ്പിടിക്ക് കൊള്ളുന്നത് അങ്ങ് വിതറുക. അതിനുശേഷം അതിന് മുകളിലേക്ക് സിന്ദൂരവും ഭസ്മവും, മഞ്ഞപ്പൊടി ഒന്നും എടുത്ത് ഉപയോഗിക്കരുത്. സിന്ദൂരവും ഭസ്മവും, ആദ്യം ഭസ്മം ഇടുക, അതിനുശേഷം സിന്ദൂരം ഇടുക. കിട്ടിയോ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു പാത്രം എടുക്കുക, അതിന് മുകളിൽ കല്ലുപ്പ് വിതറുക, അതിന് മുകളിൽ ഒരു പേപ്പർ വെക്കുക, അതിന് മുകളിൽ 5 വയനയില, ഉണങ്ങിയ വയനയില നിരത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു പിടി കർപ്പൂരം. ഏത് കർപ്പൂരം? പച്ചക്കർപ്പൂരം, നല്ല ഗന്ധമുള്ളതാണ്, അത് വയ്ക്കുക. അതിനുശേഷം അതിന് മുകളിൽ കുങ്കുമവും ഭസ്മവും, ആദ്യം ഭസ്മം ഇടുക, പിന്നെ കുങ്കുമം ഇടുക. ഇത്രയും വെച്ചതിന് ശേഷം വിളക്കിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? വിളക്കിൽ 2 തിരിയിടുക. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരിയിട്ട് ആദ്യം പടിഞ്ഞാറ്റ തിരി കത്തിക്കുക, പടിഞ്ഞാറത്തെ തിരിയും കത്തിക്കണം. അതിനുശേഷം കിഴക്കുള്ളത് കത്തിക്കണം. മനസ്സിലായോ?
കിഴക്കുള്ളത് കത്തിച്ചതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങ് പറയണം. മറ്റൊരുത്തനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയരുത്. നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ കുടുംബ അംഗങ്ങളെയും പിന്നെ നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അതിനെയൊക്കെ സംരക്ഷിച്ചു കൊള്ളണമേ എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ആ തിരി അതിനകത്തുണ്ടല്ലോ, ഈ 2 തിരി ഇട്ടിട്ടുണ്ടല്ലോ, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ സംഭവം വെച്ച് ഈ പാത്രത്തോടെ എടുത്ത് വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേരെ ഒഴിയുക. കത്തിക്കരുത്, കത്തിക്കാതെ തന്നെ ഒഴിയുക. സ്വയം ഒന്ന് ഒഴിയുക. സ്വയം 3 പ്രാവശ്യം അല്ല 3 പ്രാവശ്യം ഒഴിയുക. ശേഷം ഇത് ഇടത്തെ കയ്യിൽ പാത്രം അങ്ങെടുത്ത് വെക്കുക. എന്നിട്ട് ആ വിളക്കൊരു കാരണവശാലും എടുക്കരുത്. വിളക്കിനകത്തുള്ള തിരിയെ എടുക്കാവൂ. പടിഞ്ഞാറോട്ട് കിടക്കുന്ന തിരി എടുക്കാവൂ. അസ്തമിക്കാൻ പോകുന്ന പടിഞ്ഞാറോട്ട് കിടക്കുന്ന തിരി എടുക്കാവൂ. കിഴക്കോട്ട് വെച്ചേക്കുന്ന എടുക്കരുത്. അതും എടുത്ത് വീടിൻ്റെ തെക്കേ വശം, തെക്ക് ഭാഗത്ത്, സന്ധ്യ കഴിഞ്ഞിട്ട് പോയിട്ട് ഇതിന് തീയിടുക. തീ ഇടുമ്പോഴത്തേക്ക് കത്തി തുടങ്ങും. നന്നായിട്ട് കത്തും. ഫുള്ള് കത്തി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിരുന്ന് അങ്ങ് കത്തും. അപ്പോഴത്തേക്ക് ആ ഉപ്പ് അങ്ങ് ചൂടാവും ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക ഗന്ധം വരും. വയനയിലയുടെ മാത്രം ഗന്ധമാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോഷവും ഏറ്റിട്ടില്ല എന്നർത്ഥം. നിങ്ങളുടെ കയ്യിലിരിപ്പ് മാത്രമാണ് പ്രശ്നം. പക്ഷേ മറ്റെന്തെങ്കിലും നിമിത്തം മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു ശവം കരിഞ്ഞ ഗന്ധം വരും. അതിനുശേഷം അതോടുകൂടി അവിടെ തന്നെ തെക്ക് വശത്ത് തന്നെ അങ്ങ് തട്ടിയേക്കുക. കുറച്ച് മണ്ണും കൂടെ അങ്ങ് എടുത്തിട്ടേക്കാം മുകളിലേക്ക്. കഴിഞ്ഞു കർമ്മം. ഇത്രയേ ഉള്ളൂ. ഇതൊരാളെ ദ്രോഹിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ചെയ്യുന്നവൻ്റെ 9 തലമുറ, അവൻ മാത്രമല്ല 9 തലമുറ ആയിരിക്കും നശിച്ചു പോകുന്നത്. എങ്ങനെ നശിച്ചു പോകുന്നതെന്നറിയൂ? മാറാ രോഗം വന്ന് എണീക്കാൻ വയ്യാതെ തളർന്ന് കിടന്നു പോകും. അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. ഒരമ്മയുടെ സങ്കടം കണ്ടപ്പോൾ ഈ കർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പഠിച്ചതൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അധ്യാപകനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ പണം മേടിക്കാതെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്. അതൊന്നും ഇങ്ങോട്ട് തിരിച്ചില്ല, അത് വേറെ. അതങ്ങനെയാണ്, കൊടുക്കുന്ന കിട്ടത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും വിശ്വസിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ആ അമ്മയ്ക്ക് ഇനിയെങ്കിലും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തു. 70 വയസ്സാകുന്നു. എന്നാലും കുഴപ്പമില്ല. ഇനിയും ഭഗവാൻ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗോ ഹെഡ്, അത്രയേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഉണ്ടാവും രുദ്രധാര എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അഭിപ്രായത്തോടു കൂടി, ഈ ഒരു സന്ദേശത്തോടു കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ ഫോർ ദ ടൈം ബീങ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.